Hi everyone, welcome back to Wisdom Academy classes. So, നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് കടക്കുകയാണ് which is continuation of exercise 1. Okay, അപ്പോൾ ഫസ്റ്റ് എക്സസൈസിൽ തന്നെ കണ്ടിന്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെയാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് എക്സസൈസ് ഒരുവിധം എല്ലാം ബേസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അധികം ബുദ്ധിമുട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യൻസ് പോലും ഫസ്റ്റ് എക്സസൈസിൽ കിടക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആരെങ്കിലും ആ ഒരു സെഷൻസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് റേഷ്യോസിന്റെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെക്കുക. പഠിച്ചതിന് ശേഷം മാത്രം വന്നിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ബിക്കോസ് നമ്മൾ സൈൻ തീറ്റ ഒരു റേഷ്യോ പറയുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു റേഷ്യോ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. ദാറ്റ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചിരിക്കണം. സോ നമ്മളുടെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് അത് കേൾക്കുക, കേട്ടിട്ട് ആ ഫോർമുലാസ് ഒരു നോട്ടിൽ എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ, സോ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ it is given that cot theta is equal to 7/8. Okay, cot theta 7/8 ആണ് തന്നിട്ടുണ്ട്. സോ തന്നിട്ടുള്ള ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മളിവിടെ ഒരു ഫിഗർ വരച്ചിരിക്കുകയാണ്. ഇവിടെയും ഏത് ആംഗിൾ ആണ് റൈറ്റ് ആംഗിളുടെ എന്ന് പറഞ്ഞിട്ടില്ല. സോ ഞാൻ ബി തന്നെയാണ് റൈറ്റ് ആംഗിൾ ആയിട്ട് എടുക്കുന്നത്. സോ ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ അറ്റ് ബി. നെക്സ്റ്റ് cot theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? cot theta it is what is cot theta? It is adjacent side by opposite side അല്ലെ? adjacent by opposite ആണ് എന്ത് വരുന്നത്? നമ്മളുടെ cot theta വരുന്നത്. സോ ഞാൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളുടെ അവിടെയാണ് തീറ്റ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് തീറ്റ ഏതാന്നുള്ളത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. ബിക്കോസ് നമുക്ക് വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് നിങ്ങൾ തീറ്റ ഏതാ എടുക്കണമെന്ന് മനസ്സിലായാലാണ് ഓപ്പോസിറ്റ് ഏതാണ് അഡ്ജസന്റ് ഏതാന്ന് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ സി ആണോ എ ആണോ തീറ്റ ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പേപ്പറിൽ എഴുതുക തന്നെ വേണം. ചിലപ്പോൾ വേണമെങ്കിൽ സി തീറ്റ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എ തീറ്റ ആയിട്ട് എടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ സി തീറ്റ ആയിട്ട് എടുക്കാം. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി തീറ്റ എന്താണെന്നുള്ളത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എന്തായാലും മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, സോ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഞാൻ 7 ആയിട്ട് മാർക്ക് ചെയ്തു, 7K ആയിട്ട് മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് ഞാൻ 8K ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അവർ duty is to find AC. AC നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. That is AC square equal to BC square plus AB square or AC is equal to root of BC square plus AB square. ഇത് നമ്മളുടെ പൈത്തഗോറസ് തിയറം ആണ് കേട്ടോ. നമ്മളുടെ പൈത്തഗോറസ് തിയറം ആണ്. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് ഓഫ് BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 8K square, that is 64K square. AB square എന്താണ്? 49K square ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 9 4s are 30, 6 4s are 10, 10 plus 1 11. That is root 113 K square എന്ന് എഴുതുന്നില്ല. K ഞാൻ റൂട്ടിന്റെ പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ് കേട്ടോ. അപ്പൊ K സ്ക്വയർ മാറി K എന്ന് മാത്രം എഴുതുകയാണ്. സോ AC is equal to root 113K. അപ്പൊ നമുക്ക് AC എന്താണ് കിട്ടി? root 113K ആണ് കിട്ടി. നെക്സ്റ്റ് we are moving on to the question. Question എന്താണ് പറയുന്നത്? You have to find the value of 1 plus sin theta 1 plus sin theta into 1 minus sin theta division 1 plus cos theta into 1 minus cos theta. Okay, അപ്പൊ ഇതാണ് നമ്മളുടെ അടുത്ത ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള വാല്യൂ. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് യു ഷുഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇറ്റ് ഈസ് 8 അല്ലെ? 8 ഡിവൈഡഡ് ബൈ റൂട്ട് 113. ആൻഡ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു മാത്രം. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്ത് വരുന്നത്? നമ്മളുടെ കോസ് വരുന്നത്. ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതി പഠിക്കുക. അപ്പൊ പിന്നെ പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ, വൺസ് ഇത്രയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനു മുന്നേ ഇതെന്താണ്? ഇത് A plus B ആണ്, ഇത് A minus B ആണ്. A plus B into A minus B എന്താണ്? A square minus B square ആണ്. ദാറ്റ് ഇസ് A square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 square, it is 1. B square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin square. So 1 minus sin square theta
it's again a plus b into a minus b, so it is again a square minus b square അല്ലേ, that is 1 square 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ ഇത്രയും ഡെഡ്യൂസ് ആയി കഴിഞ്ഞു നമ്മളുടെ ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. പ്രസന്റേഷൻ എല്ലാം നല്ല നീറ്റ് ആയിട്ട് ചെയ്യുക, അധികം വെട്ടും കുത്തൊന്നും ഇല്ലാണ്ട് നമ്മളുടെ വർക്കിംഗ് കോളൊക്കെ വരച്ച് നല്ല നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കുറെ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പഠിച്ച് പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആവണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് വെക്കുക, അതേമാതിരി തന്നെ അധികം തെറ്റുകൾ വരുത്താണ്ടിരിക്കുക. അതായത് കുറെ സ്ട്രൈക്ക് ഔട്ട്സ്, കുറെ കുട്ടികളുടെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു വെട്ട് പിന്നൊരു വെട്ട്, അങ്ങനെയല്ല, നല്ല വൃത്തിയിൽ പ്രസന്റ് ചെയ്യുക. അതേമാതിരി തന്നെ വർക്കിംഗ് കോളത്തിൽ ചെയ്യാം. വർക്കിംഗ് കോളത്തിൽ നിന്ന് എടുത്തെഴുതുന്ന വാല്യൂസ് കറക്റ്റ് ആക്കി എടുത്തെഴുതുക. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് 1 മൈനസ് 8/√113 the whole square divided by 1 minus 7/√113 the whole square. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ഇസ് 1 മൈനസ് 8 സ്ക്വയർ ഇറ്റ് ഇസ് 64 ഡിവൈഡഡ് ബൈ 113 ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 1 മൈനസ് 49 ഡിവൈഡഡ് ബൈ 113. LCM എടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 113 മൈനസ് 64 ഡിവൈഡഡ് ബൈ 113 ആൻഡ് 113 മൈനസ് 49 ഡിവൈഡഡ് ബൈ 113. ഈ 113 കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 113 മൈനസ് 64 എത്രയാണ്? 49 ആണ്. ആൻഡ് ദിസ് ഇസ് 64. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? 49/64 ആയിരിക്കും. 49/64 ആയിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ അടുത്ത് കോട്ട് സ്ക്വയർ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളുടെ അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ്. അഡ്ജസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7 ഡിവൈഡഡ് ബൈ 8 അല്ലെ. 7 ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. ദാറ്റ് ഈസ് 49/64 എന്ന് വരും. കെന്റെ റെപ്രസെന്റേഷൻ ഞാൻ കൊടുത്തിട്ടില്ല, ബിക്കോസ് കെ നമ്മളുടെ ക്യാൻസൽ ആയി പോവും. അതുകൊണ്ടാണ് കെ ഞാൻ ഇവിടെ കൊടുക്കാഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കെ എടുത്ത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 49 കെ സ്ക്വയർ വരും, ഇവിടെ 64 കെ സ്ക്വയർ വരും. കെ സ്ക്വയർ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺസ് അഗെയിൻ 49/64. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So this is our 8th question. 8th question കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത എക്സസൈസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് അവർ 8th question. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതേമാതിരി തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് അല്ലെങ്കിൽ പീരിയോഡിക് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോട്ട് എ തന്നിട്ടുണ്ട്, 3 കോട്ടയാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 3 അല്ലെ. കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വി ആർ ഡ്രോയിങ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഞാൻ വീണ്ടും റൈറ്റ് ആംഗിൾ 90 ഡിഗ്രിയിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫിക്സ് എനി ആംഗിൾ അതർ ദാൻ എ ആസ് റൈറ്റ് ആംഗിൾ. എ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ നിങ്ങൾ ഒരിക്കലും ഇനി റൈറ്റ് ആംഗിൾ ആയിട്ട് ഫിക്സ് ചെയ്യരുത്, ബിക്കോസ് നമുക്ക് എയുടെ റെപ്രസെന്റേഷനിലാണ് റേഷ്യോസ് വേണ്ടത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫിഗർ. അങ്ങനെ ആകുമ്പോൾ അഡ്ജസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഡ്ജസെന്റ് ആയിട്ടുള്ള സൈഡിനെ ഞാൻ 4K റെപ്രസെന്റ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിനെ 3K റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചെക്ക് ദാറ്റ് ദിസ് ഈ ഒരു ടേമിനോട് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോട്ടാണ് അറിയുന്നത്, ടാൻ കണ്ടുപിടിക്കാം. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1/cot എ അല്ലെ. എയുടെ റെപ്രസെന്റേഷനിലാണ്, അപ്പൊ നമ്മൾ എയുടെ റെപ്രസെന്റേഷനിൽ തന്നെ കൊടുക്കുക. ദാറ്റ് ഈസ്
3 divided by 4. അപ്പോൾ tan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 3 divided by 4 which is 1 by cot A. ഓക്കെ, അപ്പോൾ ടാനിൻ്റെ കേസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കിനി എന്താ വേണ്ടത്? കോസിൻ്റെ കേസാണ്. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് adjacent by hypotenuse. ഇവിടെ adjacent സൈഡ് എന്താണ്? 4k ആണ്. ഹൈപ്പോട്ടന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. adjacent hypotenuse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AC square equal to AB square plus BC square or AC square is equal to AB എന്താണ്? 4k square plus 3k square. സ്പീഡിൽ ചെയ്യാൻ അറിയണം കേട്ടോ. ഇതൊന്നും നോക്കിയിരിക്കരുത്. ഇതൊക്കെ നമുക്ക് കാണുമ്പോഴേക്കും നമ്മളുടെ ഉത്തരം മനസ്സിലെത്തിയിരിക്കണം. ദാറ്റ് ഈസ് 25k square or AC is equal to root 25 എന്താണ്? 5. k സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്? 5k. സോ 5k ആണ്. അതായത് 3ഉം 4ഉം കോമ്പിനേഷൻ വരികയാണെങ്കിൽ എന്തായാലും ഹൈപ്പോട്ടന്യൂസ് എന്ത് തന്നെ വരുള്ളൂ? 5 തന്നെയാണ് വരുള്ളൂ. അത് ചെയ്ത് പഠിച്ചാൽ നമുക്ക് അത്ര പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് 4 divided by 5 ആണ് നമ്മളുടെ കോസ് വരുന്നത്. നെക്സ്റ്റ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വിച്ച് ഇസ് 3k divided by 5k or it is 3 divided by 5. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അതായത് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ ആദ്യം തന്നെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുന്നു, ഫിഗർ വരയ്ക്കുന്നു, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുന്നു. നമുക്ക് ഈ വേണ്ട റേഷ്യോസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ LHS ആദ്യം എടുക്കാം. LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ് അല്ലേ. അപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാൻ എ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 3/4 ദ സ്ക്വയർ. ഹിയർ ആൾസോ 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ. ചെയ്യുമ്പോൾ എന്താ വരിക? ഇറ്റ് ഈസ് 1 മൈനസ് 9/16 ആൻഡ് ഇറ്റ് ഈസ് 1 plus 9/16. ചെയ്യുമ്പോൾ it is 16 minus 9 divided by 16 plus 9 divided by 16. LCM എടുക്കുന്നു, അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. 16 ക്യാൻസൽ ആയി പോകുന്നു. 16 മൈനസ് 9 7 ആണ്. 16 പ്ലസ് 9 എന്താണ്? 25 ആണ്. സോ ഈ ഒരു LHSന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/25 ആണ്. RHS ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണ് കേട്ടോ. RHS കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണ്. ദാറ്റ് ഇസ് കോസ് എ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് 4/5 ദ ഹോൾ സ്ക്വയർ minus 3 divided by 5 the whole square. Once again 16/25 minus 9 divided by 25. 16 minus 9 എന്താണ്? 7 ആണ്. 25 7/25. നമുക്ക് എന്ത് കിട്ടി? LHSഉം RHSഉം ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. therefore LHS is equal to RHS എന്ന് പറഞ്ഞ് എഴുതുക. ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സസൈസിൽ ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് പഠിക്കണം. അതായത് sin 0 എന്താണ്, sin 30 എന്താണ്, അങ്ങനത്തെ കുറച്ച് വാല്യൂസ് പഠിക്കണം. എന്നിട്ട് ആ വാല്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സസൈസ് അപ്കമ്മിങ് ആയിട്ട് വരുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.